ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് സഞ്ജു സാംസൺ. സൂര്യകുമാർ യാദവ് നായകനാകുന്ന 15-അംഗ ടീമിൽ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയും ഉൾപ്പെടുത്തി. ശ്രേയസ് അയ്യരും സായ് സുദർശനും ടീമിൽ ഇടം നേടിയില്ല. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ഉണ്ട്. ഖിലാഫ്, പ്രതീക്ഷിച്ചതുപോലെ സഞ്ജു ടീമിലെത്തി, പക്ഷേ IPL-ലെ സൂപ്പർ താരങ്ങളെ ഇത്തവണയും തഴഞ്ഞോ സെലക്ടർമാർ? ഇന്ന് ഏഷ്യ കപ്പിനുള്ള 2020 ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളേറെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ 2020 പരമ്പരകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരങ്ങളെ നിലനിർത്തുമോ എന്നതാണ്. ഏകദേശം ആ ഒരു പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏകദേശം ആ ഒരു ടീമിനെ തന്നെ മുഴുവനുമായി ഈ ഒരു ടീമിൽ ഏഷ്യ കപ്പിനുള്ള ടീമിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കിരീടം, അതായത് ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ നിലനിർത്താനാണ് ഈ യുവനിരയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ ഈ ഒരു ടീമിൽ അജിത് അഗാർക്കറിൻ്റെ മുഖ്യ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കർ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിൽ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇറങ്ങുക. കൂടാതെ സഞ്ജുവിന് പുറമെ ജിതേഷ് ശർമ്മയാണ് മറ്റൊരു വിക്കറ്റ് കീപ്പറായ ടീമിലുള്ളത്. എന്നാൽ വേറൊരു കാര്യം, ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലിൻ്റെയും അതേപോലെ തന്നെ ജയ്സ്വാളിൻ്റെയും അഭാവത്തിലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചതെന്നായിരുന്നു അജിത് അഗാർക്കറിൻ്റെ സഞ്ജു സാംസൺ ടീമിൽ കളിക്കുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആദ്യ 11-ൽ സ്ഥാനം പിടിക്കുമോ എന്നതും ഒരു സംശയാതീതമായി അവിടെ ഒരു നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടീമിൽ സഞ്ജു സാംസണിന് അവസരം ലഭിച്ചു എന്നത് തന്നെയാണ് ഒരു പ്രത്യേകത. ഫിറ്റ്നസ് വീണ്ടെടുത്ത സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഈ ഒരു ടീമിൽ അഭിഷേക് ശർമ്മയും അതേപോലെ തന്നെ ഗില്ലും ഓപ്പണിങ്ങിൽ ഇറങ്ങിയാൽ സഞ്ജു സാംസൺ മിഡിൽ ഓർഡറിലേക്ക് പോകുമോ എന്നതും ഒരു ചോദ്യം ചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. മികച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിലും റിങ്കു സിംഗ് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മികച്ചൊരു IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യറും അതേപോലെ തന്നെ സായ് സുദർശനും ടീമിൽ ഇടം പിടിക്കാനായിട്ടില്ല. ഈ ഒരു ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇന്ത്യയും നേർക്കുനേർ വരുന്നത് എന്നതാണ്. സെപ്റ്റംബർ 10-ാം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. അതുകൊണ്ട് തന്നെ BCCIക്കെതിരെ ഒരു വിമർശനം നിലനിൽക്കെ തന്നെയാണ് ഈ ഒരു ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.